യൂദ തനിയെ ചെയ്തതോ അതോ പടയാളികൾ ചെയ്തതോ? ഇല്ല, എനിക്കിനി ജീവിക്കേണ്ട. അവർ എൻ്റെ ഗുരുവിനെ കൊല്ലുന്നതിന് മുമ്പ് എനിക്ക് മരിക്കണം. ഞാൻ ചെയ്ത മഹാപാപത്തിന് മരണത്തിൽ കുറഞ്ഞൊരു ശിക്ഷയില്ല. ഗുരു, എന്നോട് ക്ഷമിക്കണമേ. ഇതാണോ നടന്നിരിക്കുന്നത്? തുടർന്ന് കാണുക. കൊല്ലാനായിരുന്നോ നിങ്ങൾ എൻ്റെ ഗുരുവിനെ കാണിച്ചു തരാൻ പറഞ്ഞത്? എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. എന്നാലും എന്നെ കൊണ്ട് ഈ മഹാപാപം ചെയ്യിച്ചല്ലോ. ഇതാ നിങ്ങൾ തന്ന 30 വെള്ളിക്കാശ്. ഇത് തിരിച്ചെടുത്തിട്ട് എന്റെ ഗുരുവിനെ എനിക്ക് തിരിച്ചു താ. നിങ്ങൾ എന്താ ചിന്തിക്കുന്നത്? ഇതിലേതാണ് നടന്നിട്ടുണ്ടാവുക? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും കമന്റ് ഇടണം. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം യേശുക്രിസ്തു ഭൂമിയിൽ ജനിക്കണം. അതിനായി മറിയെ തിരഞ്ഞെടുത്തു. അബ്രഹാമിന്റെയും ദാവീദിന്റെയും തലമുറയിൽ ജനിക്കാൻ ജോസഫിനെയും തിരഞ്ഞെടുത്തു. യേശു ക്രൂശിക്കപ്പെട്ട് മരിക്കണമെന്നും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കണമെന്നും ദൈവഹിതമായിരുന്നു. ക്രൂശിക്കണമെങ്കിൽ യേശുവിനെ ആരെങ്കിലും ഒറ്റിക്കൊടുക്കണമായിരുന്നു. മറിയെയും ജോസഫിനെയും തിരഞ്ഞെടുത്ത പോലെ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ തിരഞ്ഞെടുത്തത് യൂദാസിനെയായിരുന്നു. യേശുവിന് മുന്നേ തന്നെ അറിയായിരുന്നു യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന്. അത് അന്ത്യത്താഴ സമയത്ത് യേശു സൂചിപ്പിക്കുന്നുണ്ട്, ഒരു പ്രവചനം പോലെ. ദൈവഹിതം അനുസരിച്ച യൂദ ഇന്നൊരു പാപിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുമല്ലോ.